ദലൈലാമ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾ ആദ്യം ഓർക്കുക യോദ്ധ സിനിമയിൽ മോഹൻലാലിനൊപ്പം അഭിനയിച്ച ഉണ്ണിക്കുട്ടനെയായിരിക്കും. അപൂർവമായ കഴിവുകളും മനസ്സാന്നിധ്യവുമുള്ള റിംപോച്ചെ, പുനർജന്മം കൈക്കൊണ്ട അപൂർവ ബുദ്ധസന്യാസി അഥവാ ലാമ. ബുദ്ധസംസ്കാരത്തിൻ്റെ നമുക്കറിയാത്ത ലോകത്തെ നാം കണ്ടറിഞ്ഞത് സംഗീത് ശിവൻ സംവിധാനത്തിൽ പിറന്ന യോദ്ധയിലൂടെയായിരുന്നു. നിരവധി അപൂർവതകളും വൈവിധ്യങ്ങളും നിറഞ്ഞ ജീവിത രീതിയാണ് ഈ സന്യാസി സമൂഹത്തിൻ്റേത്. അധിനിവേശ ശക്തികളോട് നിരന്തരം പൊരുതുന്നവരാണ് ഈ സന്യാസികൾ. നിലവിലെ 14ാമത് ദലൈലാമ തൻ്റെ 90ാമത് പിറന്നാളിനോടനുബന്ധിച്ച് തനിക്ക് പിൻഗാമി ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലാമമാരും അവരുടെ അപൂർവ ജീവിതവും പുനർജന്മവുമെല്ലാം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. പതിറ്റാണ്ടുകളായി ചൈന ലാമമാരെ നിയന്ത്രിക്കാൻ നടത്തുന്ന തന്ത്രങ്ങളെ നിഷ്പ്രഭമാക്കുന്ന ചില പ്രസ്താവനകളും ദലൈലാമ തൻ്റെ പിറന്നാൾ ദിനത്തിൽ പ്രഖ്യാപിച്ചു. തൻ്റെ മരണശേഷം പരമ്പരാഗതമായി തന്നെ അടുത്ത ലാമയെ തിരഞ്ഞെടുക്കുമെന്നും അതിൽ ആരുടെയും ഇടപെടൽ വേണ്ടെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. 14ാമത്തെ ലാമയോടുകൂടി ദലൈലാമ പരമ്പരയ്ക്ക് അവസാനമാകുമെന്നും ഇനിയൊരു പിൻഗാമി ഉണ്ടായേക്കില്ല എന്നുമുള്ള അഭ്യൂഹങ്ങൾക്ക് ഇതോടെ വിരാമമായി. പുനർജന്മം, ഭാഗ്യപരീക്ഷണങ്ങൾ, അങ്ങനെ ഏറെ പ്രത്യേകതകളുണ്ട് ദലൈലാമയുടെ തിരഞ്ഞെടുപ്പിൽ. ടിബറ്റൻ ജനതയുടെ ആത്മീയ ആചാര്യനെ കണ്ടെത്തുന്ന മഹത്തരമായ ചടങ്ങിൽ അവരുടെ അഭയസ്ഥാനമായ ഇന്ത്യക്കുമുണ്ട് ചില പ്രതീക്ഷകൾ. ഒരുപക്ഷെ പുനർജന്മം സ്വീകരിച്ച അടുത്ത ദലൈലാമ ഇന്ത്യക്കാരനാകുമോ? എങ്ങനെയാണ് ആ തിരഞ്ഞെടുപ്പ്? എന്തുകൊണ്ടാണ് ചൈന ലാമ സമൂഹത്തിന് മേൽ അധിനിവേശം നടത്താൻ ശ്രമിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. 1933 13ാം ദലൈലാമയുടെ മരണശേഷം മുതിർന്ന ബുദ്ധസന്യാസിമാർക്ക് ചില ദർശനങ്ങൾ ഉണ്ടായി. ദലൈലാമയുടെ പുനർജന്മം സംഭവിച്ചിരിക്കുന്നു. ഇതോടെ ടിബറ്റ് സ്വയംഭരണ പ്രദേശത്തിൻ്റെ തലസ്ഥാനമായ ലാസയിലെ പൊട്ടാല കൊട്ടാരത്തിൽ നിന്ന് സന്യാസിമാരുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സംഘം യാത്ര തിരിച്ചു. അടയാളങ്ങൾ പിന്തുടർന്ന ടിക്സാം റിംപോച്ചെ നയിച്ച ആ സംഘം എത്തിച്ചേർന്നത് കുംബും ബുദ്ധവിഹാരത്തിലായിരുന്നു. സന്യാസിമാരുടെ ദർശനത്തിൽ കണ്ടതുപോലെ വടക്ക് കിഴക്കൻ ടിബറ്റിലെ തക്സർ ഗ്രാമത്തിലെ അവരാ വീട് കണ്ടെത്തി. കുതിരയെ വളർത്തിയും ഉരുളക്കിഴങ്ങും ബാർലിയും കൃഷി ചെയ്തും ഉപജീവിതം നയിച്ച കർഷകരായിരുന്നു അവിടുത്തെ താമസക്കാർ. അവരുടെ 7 മക്കളിൽ ഒരുവനായിരുന്നു ലാമോ തോട്ടുംബ എന്ന കൊച്ചുമിടുക്കൻ. ടിബറ്റൻ ഭാഷയിൽ ആഗ്രഹം നിറവേറ്റുന്ന ദൈവമെന്നായിരുന്നു ആ പേരിനർത്ഥം. ലാമോ തോണ്ടുപ്പിൻ്റെ മറ്റു 2 സഹോദരന്മാരും പുനർജന്മം നേടിയ റിംപോച്ചുകളായിരുന്നു. സ്വന്തം പിതാവിൻ്റെ രോഗശാന്തിയടക്കം ലാമോ ജനിച്ചതിന് പിന്നാലെയുണ്ടായ ശുഭസൂചനകളും ആ കുടുംബം ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ദലൈലാമയുടെ പുനർജന്മം തേടി ആ വീട്ടിലെത്തിയ സന്യാസി സംഘം ആഗമനോദ്ദേശം വ്യക്തമാക്കാതെ തങ്ങളെ ഇന്നിവിടെ നിൽക്കാൻ അനുവദിക്കണമെന്ന് ആ വീട്ടുകാരോട് ആവശ്യപ്പെട്ടു. വീട്ടുകാർ സന്തോഷപൂർവ്വം സന്യാസിമാരുടെ ആ ആവശ്യം അംഗീകരിച്ചു. എന്നാൽ പരിചാരകരെ പോലെ പെരുമാറിയ ബുദ്ധസന്യാസിമാരിൽ ഒരാളെ 2 വയസ്സുകാരനായ ലാമോ തിരിച്ചറിഞ്ഞെന്നും ടിബറ്റൻ പ്രാദേശിക ഭാഷയായ ലാസയിലെ സംസാര ശൈലിയിൽ അവരോട് സംസാരിച്ചെന്നും പറയപ്പെടുന്നു. തങ്ങളുടെ കണ്ടെത്തൽ ശരിയെന്ന് മനസ്സിലാക്കി മടങ്ങിയ സന്യാസി സംഘം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവിടേക്ക് മടങ്ങിയെത്തി. ഇത്തവണ 13ാം ദലൈലാമ ഉപയോഗിച്ചിരുന്ന ചില വസ്തുക്കളും അവരുടെ പക്കലുണ്ടായിരുന്നു. അതേപോലുള്ള മറ്റു വസ്തുക്കളുമായി ഇടകലർത്തി അവരതെല്ലാം കൊച്ചു ലാമോ തോണ്ടുപ്പിൻ്റെ മുന്നിൽ വെച്ചു. ഇതെല്ലാം തൻ്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദലൈലാമയുടെ വസ്തുക്കൾ ഓരോന്നായി കൃത്യമായി തിരഞ്ഞെടുത്തു. ദർശനങ്ങളെല്ലാം സത്യമായി തീർന്നു. തേടിയെത്തിയ ആളെ തന്നെ കണ്ടെത്തിയെന്ന് ആ സന്യാസി സംഘം പൂർണ്ണമായും ഉറപ്പിച്ചു. അങ്ങനെ അവരുടെ 14ാം ദലൈലാമയെ വ്യത്യസ്ത പരീക്ഷണങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ അവർ കണ്ടെത്തി. ടിബറ്റിലെ ബുദ്ധമത വിശ്വാസികളുടെ ആത്മീയാചാര്യൻ മാത്രമല്ല, അവരുടെ ഭരണാധികാരി കൂടിയാണ് ദലൈലാമ. ദലൈ എന്നാൽ മംഗോൾ ഭാഷയിൽ സാഗരമെന്നും ലാമ എന്നാൽ ടിബറ്റൻ ഭാഷയിൽ സന്യാസി എന്നുമാണ് അർത്ഥം. പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ടിബറ്റൻ സന്യാസിമാർ. ദലൈലാമ സ്വാഭാവികമായ മരണത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന അപൂർവ ജന്മമാണെന്നും മരണത്തിനു പിന്നാലെ അദ്ദേഹം പുനർജനിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. ഒരു ദലൈലാമയുടെ മരണത്തിന് പിന്നാലെയാണ് പിൻഗാമിയെ തിരഞ്ഞെടുക്കുക. എന്നാൽ സാധാരണ തിരഞ്ഞെടുപ്പ് പോലെയല്ല അത്. ഇത് വർഷങ്ങൾ നീളുന്ന ഒരു പ്രക്രിയയാണ്. മുതിർന്ന ലാമമാരുടെയും നാട്ടുവെളിച്ചപ്പാടുകളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് സെർച്ച് കമ്മിറ്റികൾ രൂപീകരിക്കും. അവർ ഓരോ സംഘങ്ങളായി അവർക്കായി നിർദ്ദേശിച്ച സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിക്കും. സന്യാസി വര്യന്മാരുടെ ഉൾക്കാഴ്ചകൾ, പരമ്പരാഗതമായി തുടരുന്ന ചില രീതികൾ, മുൻ ദലൈലാമ നൽകുന്ന ചില സൂചനകൾ, ജ്യോതിഷം തുടങ്ങിയവയെല്ലാം ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാകും. മുൻ ദലൈലാമ മരിച്ചപ്പോൾ കിടന്നിരുന്ന രീതി, ദിശ, മൃതദേഹം സംസ്കരിക്കുമ്പോൾ പുക പോകുന്ന ദിശ എന്നിവയെല്ലാം
ഇവരെ സംബന്ധിച്ചിടത്തോളം സുപ്രധാന സൂചനകളാണ്. മുൻ ദലൈലാമയുടെ രീതികളുമായി സാമ്യമുള്ള ആളെ കണ്ടെത്തി കഴിഞ്ഞാലും ബുദ്ധസന്യാസിമാരുടെ നേതൃത്വത്തിൽ വീണ്ടും പല പരീക്ഷണങ്ങളും നടത്താറുണ്ട്. ഇവയിലെല്ലാം വിജയിച്ചാൽ ആത്മീയ പഠനം ആരംഭിക്കും. അതിനുശേഷമാകും സ്ഥാനാരോഹണ ചടങ്ങുകൾ. 1940കളിലാണ് നിലവിലത്തെ ദലൈലാമ ലാമോ തോണ്ട് ആദ്യമായി പൊട്ടാല കൊട്ടാരത്തിലെത്തുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തെ ടിബറ്റിൻ്റെ അടുത്ത ആത്മീയ നേതാവായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ടെൻസൺ ഗ്യാസോ എന്ന ആത്മീയ നാമം സ്വീകരിക്കുകയും ചെയ്തു. 1950കളിലാണ് ചൈനീസ് സൈന്യം ടിബറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തത്. അവർ ലാസ കീഴടക്കുമോ എന്ന ഭയമായിരുന്നു ടിബറ്റൻ അധികൃതർക്ക്. ഇതോടെ ദലൈലാമയ്ക്ക് താൽക്കാലിക അധികാരം നൽകണമെന്ന ആവശ്യം ശക്തമായി. തിരക്കിട്ട കൂടിയാലോചനകൾക്ക് ശേഷം വെറും 15-ാം വയസ്സിൽ 14-ാം ദലൈലാമ അവരോധിക്കപ്പെട്ടു. 1951ലാണ് ചൈനയുമായി 17 നിർദ്ദേശങ്ങൾ അടങ്ങിയ കരാറിൽ ടിബറ്റ് ഒപ്പുവെക്കുന്നത്. എന്നാൽ ദലൈലാമയുടെ സവിശേഷ അധികാരങ്ങൾ ഉൾപ്പെടെ ടിബറ്റിലെ നിലവിലുള്ള ഭരണരീതികളിൽ ഒരു മാറ്റവും വരുത്തില്ലെന്ന് കരാറിൽ പ്രത്യേക പരാമർശമുണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ കരാറിൽ പല ലംഘനങ്ങളും ചൈന നടത്തി. കൃത്യമായി പറഞ്ഞാൽ 7ാമത്തെ ദലൈലാമയുടെ കാലത്ത് 1720-ൽ സുങ്കാറുകൾ എന്ന ഗോത്രസംഘം ടിബറ്റിനെ കീഴടക്കാൻ എത്തിയതോടെ അവരെ തോൽപ്പിക്കാൻ സഹായഹസ്തവുമായി ചൈന രംഗത്തെത്തിയതോടെയാണ് ടിബറ്റിലെ ആത്മീയ പരിതസ്ഥിതിയിൽ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ കടന്നു വരുന്നത്. അതിനുശേഷം ചൈനീസ് ഭരണകൂടം ആംബൻസ് എന്ന് വിളിക്കപ്പെടുന്ന തങ്ങളുടെ 2 ഉദ്യോഗസ്ഥരെ ടിബറ്റിന്റെ തലസ്ഥാനമായ ലാസയിൽ നിയമിച്ചു തുടങ്ങി. ഓരോ പുതിയ നേതാവ് വരുന്നതിന് മുൻപും ചെറിയ ഇടവേളകൾ ഉണ്ടാകാറുണ്ട്. ഈ ഇടവേളയിൽ ടിബറ്റിന്റെ ഭരണം കൈയാളിയിരുന്നത് ചൈനീസ് ഭരണകൂടത്തിന്റെ പ്രതിനിധികളായ ഈ ആംബനുകളും റീജന്റുമാരുമായിരുന്നു. അധിനിവേശം പിടിമുറുക്കിയപ്പോൾ ചൈനയ്ക്കെതിരെ സന്യാസി സമൂഹമടക്കം ടിബറ്റൻ ജനത ഒന്നാകെ തെരുവിലിറങ്ങി. പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ചൈനീസ് പട്ടാളവും രംഗത്തെത്തി. പ്രധാന ബുദ്ധകേന്ദ്രങ്ങൾ അടങ്ങുന്ന ലാസയടക്കം ചൈനീസ് പട്ടാളത്തിന്റെ കയ്യിലാവുകയും കാര്യങ്ങൾ തലമേൽ മറിയുകയും ചെയ്തപ്പോൾ 1959-ൽ തൻ്റെ 24-ാം വയസ്സിൽ ബുദ്ധസന്യാസിമാർക്കൊപ്പം ദലൈലാമ ഇന്ത്യയിൽ അഭയം തേടി. ടിബറ്റൻ കാലാവസ്ഥയുമായി സാമ്യമുള്ള ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലും കർണാടകത്തിലെ ഉടകിലുമാണ് ഇന്ത്യൻ സർക്കാർ അവർക്ക് ഭൂമി വിട്ടു നൽകിയത്. സ്വന്തം ഭരണാവശ്യങ്ങൾക്കായി സ്വതന്ത്ര സർക്കാർ രൂപീകരിക്കാനും ഇന്ത്യ അവർക്ക് അനുവാദം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ടിബറ്റ് സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ പ്രത്യേക ഭരണകൂടം അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും. ദലൈലാമയുടെ പലായനത്തിന് ശേഷം ടിബറ്റിലെ ബുദ്ധവിഹാരങ്ങളും ആരാധനാലയങ്ങളും ചൈന തകർത്ത് തരിപ്പണമാക്കി. ബുദ്ധസന്യാസിമാരടക്കം നിരവധി പേർ തടവിലാക്കപ്പെട്ടു. ബുദ്ധസന്യാസ സമൂഹത്തോട് അടുപ്പം പുലർത്തുന്നവർ പോലും ചൈനയുടെ കണ്ണിൽ ശത്രുക്കളായി. സ്വാഭാവികമായും ദലൈലാമയ്ക്ക് അഭയം നൽകിയ ഇന്ത്യയും ഈ ഗണത്തിൽപ്പെട്ടു. ഈ രാജ്യങ്ങൾക്കെതിരെ ചൈനയുടെ വ്യാപാര നയതന്ത്ര ഭീഷണികൾ പതിവായി. ടിബറ്റ് എന്ന പേര് പോലും ഔദ്യോഗികമായി ചൈന അംഗീകരിക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഷീസാങ് എന്നാണ് ഈ പ്രദേശത്തെ ചൈന വിളിക്കുന്നത് പോലും. ഇത്തരത്തിൽ ദലൈലാമയെയും ടിബറ്റൻ സന്യാസ സമൂഹത്തെയും വരുതിയിലാക്കാനുള്ള ചൈനയുടെ ഈ ശ്രമങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ബുദ്ധമതത്തെ നിയന്ത്രിക്കാനും ദലൈലാമയുടെ സ്വാധീനം തകർക്കാനുമുള്ള ശ്രമങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുമുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് പഞ്ചൻ ലാമയെ തട്ടിക്കൊണ്ടുപോയെന്ന ആരോപണം. ടിബറ്റൻ ബുദ്ധമതത്തിലെ സുപ്രധാന ആത്മീയ വ്യക്തികളിൽ ഒരാളാണ് പഞ്ചൻ ലാമ. പഞ്ചൻ എന്നാൽ മഹാനായ പണ്ഡിതൻ എന്നാണ് അർത്ഥം. ആത്മീയ അധികാരത്തിൽ ദലൈലാമയ്ക്ക് ശേഷം 2ാമനായാണ് പഞ്ചൻ ലാമയുടെ സ്ഥാനം. ഉന്നത ലാമമാരുടെ കൗൺസിലിനൊപ്പം അടുത്ത ലാമമാരെ അന്വേഷിക്കുന്നതിൽ പ്രധാന ചുമതലയും പഞ്ചൻ ലാമയ്ക്കുണ്ട്. 1995-ൽ 10ാമത്തെ പഞ്ചൻ ലാമയുടെ പുനർജന്മമായി ടിബറ്റിലെ ലാരി ജില്ലയിൽ നിന്നുള്ള 6 വയസ്സുകാരൻ ഗതും ചോക്കി നൈമയെ ദലൈലാമ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ദിവസങ്ങൾക്കുള്ളിൽ ഈ കുട്ടിയെയും മാതാപിതാക്കളെയും കാണാതായി. ചൈനീസ് പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്തതായാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ടിബറ്റിൽ നിന്ന് സുപ്രധാന സ്ഥാനത്തേക്കുള്ള ലാമയെ തിരഞ്ഞെടുക്കുമ്പോൾ ചൈനയുമായി കൂടിയാലോചന നടത്തിയില്ല എന്നായിരുന്നു ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെ പ്രധാന കാരണം. ഗതും ചോക്കി നൈമ എവിടെയെന്നത് ഇന്നും നിഗൂഢമായ രഹസ്യമാണ്. ഇതിനു പിന്നാലെ ടിബറ്റിലെ എല്ലാ ആത്മീയ ആചാര്യന്മാരുടെയും തിരഞ്ഞെടുപ്പിൽ ചൈന മേൽനോട്ടം വഹിക്കുമെന്ന് സർക്കാർ ഉത്തരവിടുകയും ചെയ്തു. എന്തായാലും ഇനിയൊരു ദലൈലാമ ഉണ്ടാകുമോ എന്ന ആശങ്കകൾക്ക് വിരാമമാവുകയാണ്. തൻ്റെ പിൻഗാമി ചൈനയ്ക്ക് പുറത്ത് സ്വതന്ത്ര രാജ്യത്ത് ജനിച്ചു. അതൊരു പുരുഷനാവണമെന്ന് നിർബന്ധമില്ല. പ്രായപൂർത്തിയായ ഒരാളാകാം. പിൻഗാമിയെ കണ്ടെത്താനുള്ള ചുമതല താൻ രൂപം കൊടുത്ത ഗാർഡൻ ഫോദരോങ് ട്രസ്റ്റിനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൻ്റെ മരണശേഷം പരമ്പരാഗത രീതികളുടെ അടിസ്ഥാനത്തിൽ
പുതിയ ദലൈലാമയെ കണ്ടെത്തി വാഴിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപനവും നടത്തി. മറ്റാർക്കും അതിൽ ഇടപെടാൻ അധികാരമില്ലെന്നും ലാമ ചൈനയ്ക്ക് രൂക്ഷ ഭാഷയിൽ മറുപടി നൽകുന്നുണ്ട്. പുതിയ ദലൈലാമ ആരാണെന്ന് പറയാനുള്ള അധികാരം മറ്റാർക്കുമല്ല എന്ന പ്രഖ്യാപനം കേട്ട് ഞെട്ടിയത് ചൈനയാണ്. 14ാം ദലൈലാമയുടെ അന്ത്യത്തോടെ 6 നൂറ്റാണ്ട് പഴക്കമുള്ള ടിബറ്റൻ ബുദ്ധിസത്തിന് തിരശ്ശീല വീഴുമെന്ന ചൈനയുടെ കണക്ക് കൂട്ടലുകളാണ് അവിടെ തകർന്നടിഞ്ഞത്. ഹിമാചൽ പ്രദേശിലെ മക്ലിയോഡ് ഗഞ്ചിലെ സുഗ്ലഹാഖാങ് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന പിറന്നാൾ ആഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തു. സന്യാസിനിമാർ, സ്കൂൾ വിദ്യാർത്ഥികൾ, വിദേശത്ത് നിന്നുള്ള അനുയായികൾ എന്നിവരുൾപ്പെടെ 100 കണക്കിന് പേർ ആഘോഷത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രിമാരായ കിരൺ റിജ്ജു, രാജീവ് രഞ്ജൻ സിംഗ്, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു, സിക്യോങ് പെന്മ സെറിംഗ്, ഹോളിവുഡ് താരം റിച്ചാർഡ് ഗരെ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ത്യക്ക് അഭേദ്യമായ ബന്ധവും ഈ ടിബറ്റൻ ബുദ്ധ സമൂഹത്തിനോടുണ്ട്. 7ാം നൂറ്റാണ്ടിലാണ് ടിബറ്റിൽ ബുദ്ധിസം പ്രചാരത്തിലെത്തുന്നത്. 16ാം നൂറ്റാണ്ടിൽ ദലൈലാമയുടെ വാഴ്ചയും ആരംഭിച്ചു. മഹായാന ബുദ്ധിസത്തിന്റെ ഒരു ശാഖയാണ് ടിബറ്റൻ ബുദ്ധിസവുമായും ഇന്ത്യയിൽ രൂപം കൊള്ളുന്നത്. ഇന്ത്യയിൽ നിന്നാണ് അഥവാ ബുദ്ധിസം ടിബറ്റിലേക്ക് എത്തുന്നത്. യാർലങ് രാജവംശത്തിലെ സോങ്സ്റ്റൺ ഗ്യാംബോയുടെ ഭരണകാലത്ത് അദ്ദേഹം സംസ്കൃതത്തിലുള്ള ബുദ്ധിസ്റ്റ് വേദഗ്രന്ഥങ്ങൾ ടിബറ്റൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. പിന്നീട് 8ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ രാജാവായ ട്രൈൻസങ് ഡസ്റ്റൺ ഇന്ത്യയിൽ നിന്നുള്ള ബുദ്ധസന്യാസിമാരെ ടിബറ്റിലേക്ക് ക്ഷണിച്ചു. നളന്ദ മഠാധിപതി ശന്തരാക്ഷിതയാണ് ടിബറ്റിലെ ആദ്യ ബുദ്ധവിഹാരത്തിന്റെ സ്ഥാപകൻ. ചുരുങ്ങിയ നൂറ്റാണ്ടുകൾ കൊണ്ട് ടിബറ്റിലെ ഏറ്റവും പ്രബലമായ മതമായി ബുദ്ധിസം മാറി. മറുവശത്ത് ചൈന പിടിമുറുക്കുന്ന സാഹചര്യം ഉണ്ടായാൽ 2 ദലൈലാമകൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ടിബറ്റൻ ബുദ്ധമതത്തിൽ തന്നെ വലിയ വിഭജനമുണ്ടാക്കും. നയതന്ത്രപരമായ പ്രശ്നങ്ങൾ ഉടലെടുക്കും. ടിബറ്റൻ സംസ്കാരത്തിന്റെ സ്വത്വത്തിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമാകും. ദലൈലാമയെ നിയമിക്കാൻ ചൈനയ്ക്ക് അധികാരം ലഭിച്ചാൽ അവർ തിരഞ്ഞെടുക്കുക ചൈനീസ് ഭരണകൂടത്തിന്റെ ചരടുവലിക്കൊപ്പം നിൽക്കുന്ന ഒരു പാവയാകുമെന്നതും ടിബറ്റൻ ജനതയെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നു. എന്തായാലും പുതിയ ദലൈലാമ ചൈനയ്ക്ക് പുറത്തെന്ന പ്രഖ്യാപനം വന്നതോടെ ടിബറ്റൻ സന്യാസിമാരുടെ അഭയകേന്ദ്രമായ ഇന്ത്യയിൽ നിന്നാകുമോ അടുത്ത പുനർജന്മം എന്നതും കണ്ടറിയണം. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.